എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ മീഡിയാസിനും എല്ലാവർക്കും ഒത്തിരി സ്നേഹം. ഡയറക്ട് ചെയ്യുന്ന ക്യാപ്റ്റൻ സർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഗുലർ എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ അളകുന്നത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ശരിക്കും സാറിൻ്റെ അവിടെ ബാക്കിൽ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ആണെങ്കിൽ ജോയിൻ ചെയ്യുന്നത്. സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാനിവിടെ ആക്ച്വലി ഇല്ലായിരുന്നു. പക്ഷേ സൈമ സാർ ഫോണിൽ കൂടെ മോനി ഞാൻ ഇവിടെ വ്യക്തമായിട്ട് ക്യാരക്ടറൊക്കെ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്ലാരിറ്റിയോടെ പറഞ്ഞു തന്നു. സോ ഞാൻ എന്നോട് പറഞ്ഞാൽ ഫൈറ്റ് സീനൊക്കെ ആട്ടോ, ഫുൾ ഫൈറ്റാന്ന് പറയും. ഭയങ്കര ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. എന്നോട് ഒരു ബാഹുബലിയിലെ രമ്യ കൃഷ്ണ മാം ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. പക്ഷെ സാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഒരു പ്രത്യേകതയുണ്ട്, സാറിനെ രമ്യാന്ന് വിളിച്ചിട്ടില്ല, മോനെന്ന് മാത്രമേ വിളിക്കാറുണ്ടായിരുന്നു. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാർ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ സാർ മോനെ ടെൻഷൻ ആവണ്ട, ധൈര്യമായിട്ട് ചെയ്തോളൂ എന്നൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ആദിഷ് സാർ, സമ്പത് സാർ, സാർക്ക് ഇവിടെ ഇല്ല, സാറൊക്കെ ആയിട്ടായിരുന്നു എനിക്ക് കൂടുതൽ കോമ്പിനേഷൻസ് ആയിരുന്നു. അതുപോലെ സാമ്യമ്മ മാമായിട്ടൊക്കെ ആയിട്ട്. സോ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും. DOP എല്ലാവരും പുതിയ ആളുകൾക്ക് എന്നും അവസരം കൊടുക്കുന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്ന് സൈനുമായി പറയുകയായിരുന്നു. ഈ പടത്തിൽ 7ാമത്തെ പടമായപ്പോഴും അതിനും യാതൊരു കുറവും വരുത്തിയിട്ടില്ല. ഒരു പിടി വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന വളരെ കഴിവുള്ള ഒരു പിടി കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ സൈനുമായി ഈ പടത്തിൽ അവസരം കൊടുത്തിട്ടുണ്ട്. അവരേത് കൂടിയാണ് ഈ പടം.